ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ പർച്ചേസിങ് വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ UAE എന്ന് പറഞ്ഞേക്ക് മുമ്പ് കുറച്ച് പർച്ചേസിങ് ചെയ്ത വീഡിയോസും പിന്നെ കാർഗോ അയച്ചതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എഡിറ്റ് ചെയ്യാനൊന്നും നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഫോണിൽ കണ്ടപ്പോഴാണ് ഞാനങ്ങനെ എഡിറ്റ് ചെയ്യാന്ന് വെച്ചിട്ട് ചെയ്തത്. കുറച്ച് വീഡിയോസാണ്, ഞാനല്ല കൂടുതലും പാത്തുമാണ് കേട്ടോ വീഡിയോ എടുത്തത്. അതുകൊണ്ട് തന്നെ ഫോണിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെട്ടിച്ചിട്ടും കുറേയൊക്കെ ക്ലിയർ ഇല്ലാണ്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഉള്ളതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. മുന്നേ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് പിന്നെ വീഡിയോസൊക്കെ ഇടാതായപ്പോൾ ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടാനുണ്ടാവില്ല. അപ്പോൾ രണ്ടാമതൊന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ ഓക്കെ ആവും കേട്ടോ. അപ്പോൾ ദേ ഞങ്ങൾ ഡേ ടു ഡേയിലും നെസ്റ്റോയിലും ലുലുവിലൊക്കെ പോയിട്ടാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ പോയപ്പോൾ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചതായിരുന്നു. പിന്നെ ബെഡ്ഷീറ്റും ഒക്കെ ഞങ്ങൾ റോളേന്ന് കട്ട് ചെയ്ത് മേടിച്ചതാണ് കേട്ടോ. റെഡിമെയ്ഡ് അല്ല, നമുക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞാൽ അവരത് കട്ട് ചെയ്തിട്ട് തലേണ കവറൊക്കെ അടിച്ചു തരും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ബെഡ്ഷീറ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് ഡേ ടു ഡേ ആണ് കേട്ടോ. നമ്മളുടെ അജ്മാനിൽ തന്നെ GMCയുടെ ഒക്കെ ഓപ്പോസിറ്റായിട്ട് വലിയൊരു ഡേ ടു ഡേ വന്നിട്ടുണ്ട്. 3 ഫ്ലോർ ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോസ് കണ്ടു നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ.
പിന്നെ ഇത് ടേബിൾ ഷീറ്റും പിന്നെ പ്രിൻ്റ് ചെയ്യാനുള്ള പേപ്പർ A4 ഷീറ്റും കളർ പേപ്പറൊക്കെയാണ് കേട്ടോ. സ്കൂളിലേക്കൊക്കെ ആവശ്യം വരുമല്ലോ, അപ്പോൾ ഇവിടെ നിന്ന് മേടിച്ചതാണ്. A4 ഷീറ്റൊക്കെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് നല്ല ലാഭമാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് മേടിച്ചത്. പേപ്പേഴ്സൊക്കെ അവിടെ നിന്നാണ് മേടിച്ചത് കേട്ടോ. പിന്നെ ഇത് ബെഡ്ഷീറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് റോളെ പോയപ്പെടുത്തതാണ് കേട്ടോ. ആ ഒരു ബെഡ്ഷീറ്റ് ഞങ്ങൾ മേടിച്ചിട്ട് ഞങ്ങൾ ഫസ്റ്റ് തന്നെ കണ്ടത് ആ ബെഡ്ഷീറ്റായിരുന്നു. ഞാനും നവാസ്കയും അഫ്സിയും കൂടെ കേട്ടോ പോയത്. ഇതുപോലെ കുറേ കടകളുണ്ട് കേട്ടോ, ചെറിയ ചെറിയ കടകൾ. ഇതുപോലെ ബെഡ്ഷീറ്റ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്, നമുക്ക് ഇഷ്ടമുള്ളത് മുറിച്ച് വാങ്ങാം കേട്ടോ. അപ്പോൾ ഡബിളിന് 25 ഡബിൾ കിങ് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. സിംഗിളിന് 22 തോന്നുന്നു. അപ്പോൾ അതേ നമ്മളിതുപോലെ ഓരോ കടയിലും ഇങ്ങനെ കയറി. അപ്പോൾ എല്ലാ കടയിലും സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ അവർ പറയണത്. പിന്നെ നമ്മൾ കുറേ തർക്കിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കിട്ടും. അങ്ങനെ ഞങ്ങൾ ഓരോ കടകളിൽ കയറി. അപ്പോൾ നവാസ്ക പള്ളിയിൽ പോയ സമയത്ത് ഞങ്ങളിത് ആ ചുരിദാറിൻ്റെ മെറ്റീരിയലൊക്കെ നോക്കിയിട്ടാണ് വെറുതെ കടയിൽ കയറിയിട്ട്. അപ്പോൾ ഇതേ ബെഡ്ഷീറ്റ് ഇങ്ങനെ പല കടയിൽ നിന്നായിട്ടാണ് കേട്ടോ മേടിച്ചത് 3-4 നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ എല്ലാം വാങ്ങാൻ തോന്നും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പാക്കിങ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നടക്കും കേട്ടോ. ഇതൊന്നും ഒരുമിച്ച് പാക്ക് ചെയ്തതും ഒരുമിച്ച് കാർഗോ അയച്ചതൊന്നുമല്ല. നമ്മളിങ്ങനെ കാർഗോ അയച്ച് ആദ്യം അയച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ വെയിറ്റ് കൂടിയിട്ട് അങ്ങനെ 2-3 പ്രാവശ്യമായിട്ടാണ് അയച്ചത്. ഞാൻ ഒരു വീഡിയോയിൽ എല്ലാം കൂടെ കാണിക്കണമെന്നുള്ളൂ. അപ്പോൾ ഇതാ ഓരോന്നൊക്കെ എടുത്ത് വെച്ചിട്ട് കാർഗോ അയക്കാനുള്ളതൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ടാ. ഈ സംഭവം ഇനി കാർഗോ അയക്കണില്ല എന്ന് വെച്ചിട്ട് വാങ്ങിച്ചതായിരുന്നു, ബബിൾ റാപ്പ് പൊട്ടണതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ വെയിറ്റ് കൂടിയോണ്ട് വീണ്ടും കാർഗോ അയക്കാൻ തീരുമാനിച്ചപ്പോൾ പിന്നെ അധികം പാക്ക് ചെയ്തില്ല കേട്ടോ. പാക്ക് ചെയ്തൊക്കെ അങ്ങനെ തന്നെ വെച്ച് അവരും ഇതുപോലെ നല്ല നീറ്റായിട്ട് സേഫായിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യണത്. ഇത് നമ്മൾ ഡേ ടു ഡേന്ന് മേടിച്ചതാണ് ഈ ഒരു റോൾ കേട്ടോ. ഇതാവുമ്പോൾ പൊട്ടൊന്നുമില്ല, നല്ല സേഫായിട്ട് കിട്ടും കേട്ടോ. ഞങ്ങൾ മുന്നേ ഒരു പ്രാവശ്യം വന്നപ്പോൾ കാർഗോ അയച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നെ, എൻ്റെ പൊട്ടണ പാത്രങ്ങളൊക്കെ പൊട്ടിപ്പോയിട്ടാ. അവരൊക്കെ വെറുതെ ഡ്രസ്സിൽ പോലും പൊതിയാണ്ടാണ് വെറുതെ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വെച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ച് അങ്ങനെ കൊണ്ടുപോയിട്ട് അവരവിടെ നിന്ന് പാക്ക് ചെയ്യുമെന്ന്. പക്ഷേ അവർ അന്ന് റൂമിൽ വന്നിട്ടാണ് ചെയ്തത്. അതെല്ലാം പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, അല്ലെങ്കിൽ പറയായിരുന്നു. കുറച്ച് വർഷം മുന്നേയാണ് ഇത്. നമ്മളുടെ നെസ്റ്റോയിലൊക്കെ ഉണ്ട്, ടൈം എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള കാർഗോ ആണ് കേട്ടോ. ഞങ്ങളവിടെ നെസ്റ്റോയിൽ പോയപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ അവിടെ റേറ്റൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അനുവും പറഞ്ഞു നല്ല കാർഗോ ആണെന്ന്. അപ്പോൾ അങ്ങനെ അയച്ചതാണ് അവിടെ നിന്ന്. അപ്പോൾ നമ്മൾ സാധനങ്ങൾ അവിടെ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 550 ദിറംസ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് കിലോക്ക്. അല്ല അവർ വീട്ടിൽ വന്നിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ 6 ദിറംസ്. ഞങ്ങൾ അവിടെ കൊണ്ട് കൊടുത്തതായിരുന്നു. അപ്പോൾ നമ്മളവിടെ ചെന്ന് സാധനങ്ങളൊക്കെ അവിടെ വെച്ച് കൊടുത്താൽ അവർ പാക്ക് ചെയ്ത് സെറ്റാക്കും കേട്ടോ.
അപ്പോൾ അതേ ഈ നെസ്റ്റോ മുഷരിഫ് നെസ്റ്റോയിലാണ് കേട്ടോ ഞങ്ങൾ പോയത്. ഷാർജയിലുള്ള നെസ്റ്റോയിലും ഉണ്ടെന്ന് തോന്നുന്നു ഈ ടൈം എക്സ്പ്രസ് കാർഗോ. അപ്പോൾ അതേ ഞങ്ങൾ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി അവർ തന്നെ പാക്ക് ചെയ്തു. അവർ പാക്ക് ചെയ്യണ കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. എന്ത് സ്പീഡിലാണ് ടാപ്പൊക്കെ ചുറ്റണത്. നല്ല സേഫായിട്ട് കാർട്ടൂണിൻ്റെ 4 സൈഡിലും ഇതുപോലെ തെർമോക്കോളൊക്കെ വെച്ചിട്ട് ആണ് അവർ പാക്ക് ചെയ്യണത്. അതുപോലെ തന്നെ നമ്മളെ കംഫർട്ടും ഒക്കെ നിവർത്തിയിട്ടിട്ട് പിന്നെ ഈ പൊട്ടണ സാധനങ്ങളൊക്കെ ബബിൾ റാപ്പും ചെയ്യുന്നുണ്ട്, പ്ലാസ്റ്റിക് റാപ്പും ചെയ്യുന്നുണ്ട് കേട്ടോ. അത്ര സേഫായിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും പൊട്ടാണ്ടാണ് കിട്ടിയത്. ആകെ ഒരു കനം കുറഞ്ഞൊരു പൊട്ടണ ഓയിൽ ഒഴിക്കണ ഒരു സാധനം ഉണ്ടായിരുന്നു. അത് മാത്രമാണ് കേട്ടോ പൊട്ടിയിട്ടുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അത്ര ഇഷ്ടമായിട്ട് നമ്മൾ ഡേ ടു ഡേയിൽ അത്ര വില കുറവാണ്ട് ഇപ്പോൾ മേടിച്ചതാണ് കേട്ടോ. ഉടയണ ബൗളൊക്കെ നമുക്ക് നെയ്ച്ചോറും കറിയൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി കട്ടിയുള്ള, പിടിക്കുമ്പോൾ തന്നെ നല്ല വെയിറ്റാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി പൊട്ടുമോ ഇല്ലേ, പക്ഷേ ഇവർ പാക്ക് ചെയ്യണുണ്ടപ്പോൾ നല്ലൊരു സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ, പൊട്ടൂല എന്നുള്ള. അതേപോലെ തന്നെ നമുക്കെല്ലാം സേഫായിട്ട് കിട്ടിയിട്ടാ. കണ്ടില്ലേ, ബബിൾ റാപ്പ് തന്നെ 2 ഷീറ്റ് വെച്ചിട്ടാണ് അവർ ചുറ്റണത്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ടും ചുറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവരുടെ സൈക്കിളും മേടിച്ചിട്ടുണ്ടായിരുന്നു. നാട്ടിൽ വന്നിട്ട് മേടിക്കാമെന്ന് പറഞ്ഞിരുന്നത്. പിന്നെ സഫാരി മാളിൽ ഇങ്ങനെ നല്ല ഓഫർ കണ്ടപ്പോൾ 2 സൈക്കിൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ഫിസാനും ഫറാസിനും വേണ്ടിയിട്ട്. അപ്പോൾ അതും ഞങ്ങൾ കാർഗോ വിട്ടതാണ്. അത് സൈസിനനുസരിച്ചിട്ടാണ് കേട്ടോ പൈസ. പിന്നെ ഇത് നാട്ടിൽ വന്നിട്ട് പൊട്ടിക്കണതാണ് കേട്ടോ. പക്ഷേ ഫുള്ള് എടുക്കാനൊന്നും പറ്റിയില്ല, വീഡിയോ തിരക്കിലായതുകൊണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.